ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP4 പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മത്സരം നമ്മുടെ SRH വേഴ്സസ് LST തമ്മിലുള്ള മത്സരത്തിൻ്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. അതുപോലെ തന്നെ ഒരുപാട് ടിപ്സും ട്രിക്സൊക്കെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. സോ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ മത്സരം നടക്കുന്നത് 7ാമത്തെ മത്സരമാണ്. മത്സരം നടക്കുന്നത് മാർച്ച് 27-ാം തീയതി എമ്പുരാൻ റിലീസ് ദിവസം കൃത്യം 7:30 ഞാനല്ല മാച്ച് നടക്കുന്നത്. അതുപോലെ തന്നെ രാജീവ് ഗാന്ധി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ്, നമ്മുടെ ഹൈദരാബാദിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ് ഒരു മത്സരം നടക്കുന്നത്. നിങ്ങളൊക്കെ എമ്പുരാന് പോയില്ല എന്ന് അറിയിക്കട്ടെ. ഞാൻ എന്തായാലും 27-ാം തീയതി 11 മണിക്കുള്ള ഷോന് ഞാൻ പോകും. അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾ കയറി ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കിടിലൻ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. സോ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ന്യൂസിലാൻഡ് വേഴ്സസ് ഓസ്ട്രേലിയ തമ്മിലുള്ള വുമൻസ് മാച്ചിൽ ഞാൻ ജസ്റ്റ് വെറുതെ ഒരു ടീമിട്ട് രാവിലെ ഉറങ്ങി എണീച്ച് ആ ഉറക്കത്തിലിട്ടാണ്. പക്ഷെ അത് അത്യാവശ്യം നല്ല രീതിയിൽ ക്ലിക്കായിട്ടത് കണ്ടില്ലേ. ഏകദേശം 320 രൂപ കിട്ടി. ഞാൻ ആകെ 20 രൂപ വെച്ചിട്ടായിട്ട് എല്ലാ കോൺടെസ്റ്റുകളും നോക്കി 1500 പേരുള്ളതൊക്കെ 2ഉം 1ഉം 7ഉം ഒക്കെയാണ് സ്ഥാനങ്ങൾ. നല്ല രീതിയിൽ പ്രോഫിറ്റ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ നമ്മുടെ ടീം നോക്കുകയാണെങ്കിലും 1044 പോയിൻറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇതിലാകെ ഡ്രീം ടീം ആകാത്ത 2 പേരേ ഉള്ളൂ. ദെൻ അതുപോലെ തന്നെ ഫസ്റ്റ് കിട്ടിയ പുള്ളിക്ക് 1100 സംതിങ് എത്ര പോയിൻ്റ് ഉള്ളൂ, 1156 സംതിങ് പോയിൻ്റ് ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു പ്രൈസ് വെച്ചിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 1044 പ്രൈസ് വെച്ചിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 75,000 രൂപയാണ് കിട്ടിയിരിക്കുന്നത് പുള്ളിക്കാരന്. 995 പോയിൻ്റേ ഉള്ളൂ. നമുക്ക് 1046 എത്രയുണ്ട്, 1044 ഉണ്ട്. 1044 ഈ 944 അത്യാവശ്യം നല്ല എമൗണ്ട് കിട്ടി. നമ്മൾ ആ ഒരു കോൺടെസ്റ്റ് ഇട്ടാണെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ടീം ഞാൻ ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പിലും കാര്യങ്ങളിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ശ്രദ്ധിച്ചോന്നൊന്നും അറിയത്തില്ല. എന്നിട്ടില്ല 1050 പോയിൻറ്റിനൊക്കെ 1 lakh കിട്ടിയിട്ടുണ്ട്. അത് പോട്ടെ, 1995 കിട്ടിയേക്കൂടാ 75,000 രൂപയൊക്കെ കിട്ടിയിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ടീമും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, കറക്റ്റ് ടൈമിന് ഒരു 7:14 നമ്മൾ ഇട്ടുണ്ട്. 7:15 മാച്ച് ലാസ്റ്റ് ഒരു നിമിഷം ആവുന്നേ ഉള്ളൂ. ബട്ട് എനിക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഗ്രൂപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരാം. മത്സരം നടക്കുന്നത് നമ്മുടെ രാജീവ് ഗാന്ധി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ്. ഈ ഒരു പിച്ചിനെ പറ്റി പറയുന്ന സമയത്ത് കോമ്പറ്റീറ്റീവ് സർഫേഴ്സ് ആണ്. ബോത്ത് ബാറ്റ്സ്മാൻ ആൻഡ് ബൗളേഴ്സിന് നല്ല രീതിയിൽ കോമ്പറ്റീഷൻ ഉള്ളതാണ്. അതുപോലെ തന്നെ സ്പിൻ ബൗളേഴ്സിന് ഇവിടെ കുറച്ച് ചാൻസസ് ഉണ്ട്. വിക്കറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ കുറച്ച് ചാൻസസ് ഉണ്ട്. ഓക്കെ, സ്ട്രാറ്റജിക് ബാറ്റിംഗ് ഈസ് ഓഫ്റ്റൻ കീ. ഓക്കെ, ബാറ്റിംഗ് ഫസ്റ്റ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രൗണ്ടിൻ്റെ സ്റ്റാറ്റ്സിനെ പറ്റി നോക്കുന്ന സമയത്ത് 79 മത്സരങ്ങളാണ് ഈ ഒരു ഗ്രൗണ്ടിൽ നടന്നിട്ടുള്ളത്. 175 റൺസാണ് ആവറേജ് സ്കോർ ആയിട്ടുള്ളത്. ഫസ്റ്റ് ഇന്നിങ്സ് ഏകദേശം 37 എണ്ണം, അതുപോലെ തന്നെ സെക്കൻഡ് ഇന്നിങ്സ് 40 എണ്ണം എടുത്തിട്ടുണ്ട്. കൂടുതലും സെക്കൻഡ് ഇന്നിങ്സ് എടുത്താണ് വിൻ ചെയ്തിട്ടുള്ളത്. റിസൾട്ട് ഇല്ലാത്ത 2 മത്സരങ്ങൾ. സ്കോറിംഗ് പാറ്റേൺ എങ്ങനെയാണ് നോക്കുമ്പോൾ 150 റൺസിന് മുകളിൽ 35 മത്സരങ്ങൾ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ 150 to 170 ഇടയിൽ 12 മത്സരങ്ങളും പോയിട്ടുണ്ട്. 170 to 190 ഇടയിലും 12 മത്സരങ്ങൾ പോയിട്ടുണ്ട്. എബോ 190 19 മത്സരങ്ങൾ പോയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കും. എന്തായാലും നിങ്ങൾ ലാസ്റ്റ് നമ്മുടെ സൺറൈസേഴ്സിൻ്റെ മാച്ച് കണ്ടവർക്ക് നല്ലൊരു ഐഡിയ ഉണ്ടാവും. അവരെങ്ങനെ കളിക്കും, എങ്ങനെ അടിക്കും എന്നൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ധാരണയുണ്ടാവും. ഓക്കെ, നല്ല രീതിയിൽ നമുക്ക് റൺസ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു മത്സരം തന്നെയാണ്. ബാറ്റിങ്ങിന് നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ പേസ് ബൗളേഴ്സിന് 441 വിക്കറ്റിന്, സ്പിൻ ബൗളേഴ്സ് 192 വിക്കറ്റ്സുമാണ് എടുത്തിട്ടുള്ളത്. ഓവറോൾ കൂടുതൽ വിക്കറ്റ്സ് എടുത്തത് നമ്മുടെ പേസ് ബൗളേഴ്സാണ്. നിങ്ങൾക്ക് ആ ഒരു കാര്യം ഈ ഒരു സംഭവത്തിലൂടെ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് മത്സരം നടന്നത് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. നമ്മുടെ ഇവിടെ തന്നെയാണോ, അതായത് രാജീവ് ഗാന്ധിയിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ അതൊന്ന് ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ആപ്പ് എടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ SRH വേഴ്സസ് RR തമ്മിലുള്ള മാച്ചാണ്. രാജീവ് ഗാന്ധി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ തന്നെയാണ് ഈ ഒരു മത്സരം നടന്നത്. അവരുടെ ബാറ്റ്സ്മാൻമാരൊക്കെ എങ്ങനെ കളിച്ചൊന്നും കണ്ടില്ല. നല്ല രീതിയിൽ റൺസ് എടുത്തു. സഞ്ജു സാംസൺ അല്ല, അത് ഓപ്പോസിറ്റാണ്. ഇപ്പോൾ നമ്മുടെ ട്രാവിസ് ഹെഡ് 67 റൺസ്, ഇഷാൻ കിഷൻ 106 റൺസ്, റെഡ്ഡി 30 റൺസ്. എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തു. വിക്കറ്റ്സ് കൂടുതൽ കിട്ടിയ 2 വിക്കറ്റ് സ്പിൻ ബൗളറിനും, 3 വിക്കറ്റ് ഫാസ്റ്റ് ബൗളർ, 1 വിക്കറ്റ്, 4 വിക്കറ്റ് ടോട്ടൽ ഫാസ്റ്റ് ബൗളേഴ്സും 2 വിക്കറ്റ് സ്പിന്നറുമാണ് കിട്ടിയത്. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഒരു ഇന്നിങ്സിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ ആകുമ്പോഴും
അപ്പോൾ പറഞ്ഞു വന്ന SRH ബാറ്റ്സ്മാൻമാർക്ക് നല്ല രീതിയിൽ ഇവിടെ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല രീതിയിൽ ബാറ്റിങ്ങും ചെയ്യും, കളിച്ച പ്ലെയേഴ്സൊക്കെ നല്ല രീതിയിൽ സ്കോറും ചെയ്യും. അപ്പോൾ നമുക്ക് എന്തായാലും നല്ല പ്ലെയേഴ്സിനെ SRH നിന്ന് കുറച്ച് കൂടുതൽ സപ്പോർട്ടീവായിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ കളിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് സോ അതൊരു മസ്റ്റ് പിക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ പ്രോബബിലി കളിക്കാൻ ചാൻസ് ഉള്ള 12 പ്ലെയേഴ്സ് ഇരു ടീമുകളിൽ നിന്ന് നമുക്ക് നോക്കാം. അതിന് പ്ലെയേഴ്സുകളിൽ ഒന്ന് സബ്ബായിട്ട് വരുന്ന ഒരാളെയും കൂടെ കൂട്ടിയിട്ടാണ്. ആദ്യം തന്നെ നമ്മുടെ SRHലോട്ട് നോക്കുന്ന സമയത്ത് ട്രാവിസ് ഹെഡ് ഉണ്ട്, അതുപോലെ തന്നെ അഭിഷേക് ശർമ്മയുണ്ട്, ഇഷാൻ കിഷൻ ഉണ്ട്, നിതീഷ് കുമാർ റെഡ്ഡി ഉണ്ട്, ദെൻ ഹെൻറിസ് ക്ലേസൻ, അതുപോലെ തന്നെ അങ്കിത് വർമ്മ, ദെൻ അഭിനവ് മനോഹർ, ദെൻ പാറ്റ് കുമിൻസ്, ഹർഷൽ പട്ടേൽ, മുഹമ്മദ് ഷമി, ആദം സാംബ, അതുപോലെ തന്നെ സമർജിത് സിംഗ്, ഇത്രയും പേരാണുള്ളത്. ഓക്കെ, പാറ്റ് കുമിൻസ് ആണ് നമ്മുടെ ക്യാപ്റ്റൻസി വരുന്നത്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ജയദേവ് ഉദനകണ്ട്, സച്ചിൻ ബേബി, അങ്ങനെ ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട്. പോസിബിളായിട്ട് കളിക്കാൻ ചാൻസ് ഉള്ള LST 12 പ്ലെയേഴ്സിനെ പറ്റി നോക്കുന്ന സമയത്ത് ആദ്യം മാർക്കം, ദെൻ അതുപോലെ തന്നെ മിച്ചൽ മാർഷ്, അതുപോലെ തന്നെ നിക്കോളസ് പൂറൻ, ദെൻ അതുപോലെ നമ്മുടെ ഋഷഭ് പന്ത്, അതുപോലെ ഡേവിഡ് മില്ലർ, ആയുഷ് ബദോനി, ഷർദുൽ താക്കൂർ, ഷബാസ് അഹമ്മദ്, അതുപോലെ തന്നെ പ്രിൻസ് യാദവ്, അതുപോലെ തന്നെ ദിഗ്വേഷ് റെഡ്ഡി അല്ലെങ്കിൽ RS ഹങ്കേക്കർ, പിന്നെ അതുപോലെ തന്നെ മണിമാരൻ സിദ്ധാർത്ഥ, അതുപോലെ തന്നെ രവി ബിഷ്ണു, ഇത്രയും പേരാണുള്ളത്. സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമ്മുടെ അബ്ദുൽ സമാദോ, ഹിമാറ്റ് സിംഗോ, ഹങ്കേക്കറോ, ആകാശ് മഹാരാജ് സിംഗോ ആരൊക്കെയൊക്കെ വരാൻ ചാൻസ് ഉണ്ടാവും. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് എല്ലാ പ്ലെയേഴ്സിൻ്റെയും H2 സ്റ്റാറ്റ്സ്. ഈ ഒരു വെന്യൂത്തെ സ്റ്റാറ്റ്സും എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. സോ ഈ ഒരു ഭാഗം മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതിന് മുന്നേ എനിക്ക് കുറച്ച് ആപ്ലിക്കേഷനെ പറ്റി പരിചയപ്പെടുത്താനായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ് ഈ മൈ മാസ്റ്റർ 11 എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ വൈസ് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്കൊരു മാച്ച് എടുക്കാം. ഇപ്പോൾ ഇന്ന് നടക്കാൻ പോകുന്ന രാജസ്ഥാൻ, അതുപോലെ തന്നെ KKR തമ്മിലൊരു മാച്ചാണ്. ഞാൻ ജസ്റ്റ് ചുമ്മാ ഒരു ടീം ഇടാൻ പോവുക. അത് വെറുതെ ഞാൻ നിങ്ങൾക്ക് ഒരു കോൺടെസ്റ്റ് കാണിക്കാൻ വേണ്ടി ഞാനൊരു ടീം ഇടാൻ പോവുക, അല്ലാതെ നമ്മൾ ഒറിജിനലായിട്ട് ടീം ഇറക്കില്ല. ജസ്റ്റ് ഒരു കോൺടെസ്റ്റ് ജോയിൻ ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടി ഒരു ടീം ഇറക്കിയതാണ്. 47 രൂപയുടെ കോൺടെസ്റ്റാണ്. നമുക്ക് ജോയിൻ ചെയ്യാൻ 1 രൂപയേ ഉള്ളൂ. എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് 1 രൂപയേ ഉള്ളൂ. ഇതാണ്ടില്ലേ, ആദ്യത്തെ 37,375 പേർക്ക് ആ എമൗണ്ട് തിരിച്ച് കിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും 1 രൂപ കൊടുത്ത് ജോയിൻ ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, 1 രൂപയെ നമുക്ക് വേണ്ടി വന്നുള്ളൂ. 1 രൂപയ്ക്ക് നമ്മൾ ആ ഒരു കോൺടെസ്റ്റ് ജോയിൻ ചെയ്യും. ഒരു പ്രാവശ്യം നമുക്ക് പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ അടിയിൽ ഗീവ് അവേ കോൺടെസ്റ്റ് ഉണ്ട്. അത് കണ്ടില്ലേ, 1 lakh rupees ഫ്രീ ആയിട്ട് എല്ലാ IPL മത്സരങ്ങളും ഈ പറഞ്ഞ ഓഫേഴ്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഫ്രീ ആയിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. 1 lakh rupees നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതും ഈ ഒരു ഗീവ് അവേയിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ലിങ്ക്, ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി കോൺടെസ്റ്റുകളുണ്ട്. എൻട്രി ഫീസ് കുറവായിട്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് തരം കോൺടെസ്റ്റുകളുണ്ട്. ഈ കോൺടെസ്റ്റുകളുടെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഞാൻ നല്ലൊരു 52 രൂപ ഉണ്ടാക്കി. ഞാൻ ആകെ 1 രൂപ ഇട്ടിട്ടുള്ളൂ. ആകെ വെറും 1 രൂപ. 1 രൂപയിൽ നിന്നാണ് ഞാൻ ഈ 52 രൂപ ഉണ്ടാക്കിയത്. ആ ഒരു കോൺടെസ്റ്റ് മാത്രം ജോയിൻ ചെയ്തു. എൻ്റെ ടീം അത്യാവശ്യം നല്ലതായതുകൊണ്ട് എനിക്ക് അത്യാവശ്യം കുറച്ച് കൂടുതൽ പൈസ കിട്ടി. അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ സിമ്പിളായിട്ട് നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ മൈ മാസ്റ്റർ 11. അതേപോലെ തന്നെ ഇതിനോടൊപ്പം ഇതേപോലെ തന്നെ ഈ ഒരു സെയിം ഫീച്ചേഴ്സ് അതുപോലെ തന്നെ ഇതിലും കാട്ടിലും കുറച്ചുകൂടെ ഉപരി നല്ല ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ ഈ ഒരു കുബേര ഫാൻറ്റസി എന്ന് പറയുന്നത്. ഈ ഒരു ആപ്ലിക്കേഷനിലാണെങ്കിൽ നമുക്ക് GST TDS കാര്യം ഞാൻ ഈ പറയുന്ന ഏത് ആപ്ലിക്കേഷനിലും GST TDS കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഡ്രീം ലെവലിൽ മാത്രമേ ആ സംഭവം പരിപാടികളൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയുന്ന സമയത്ത് അവിടെ 49 രൂപയുടെ കോൺടെസ്റ്റ് നമുക്ക് 39 രൂപയ്ക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എൻട്രി ഫീസ് കുറവായിട്ടുള്ള ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ്. ഇതിൽ നമുക്ക് ബോണസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് കളിക്കാനൊക്കെ പറ്റും. നമ്മുടെ ലിങ്ക് വഴി കയറണമെങ്കിൽ നിങ്ങൾക്ക് 200 രൂപ ബോണസ് കിട്ടും കേട്ടോ. നമ്മുടെ മൈ മാസ്റ്റർ 11 ആണെങ്കിലും കുബേര ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ബോണസ് കിട്ടും. ആ പൈസയൊക്കെ വെച്ച് കളിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ഡ്യുവോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പ്ലെയേഴ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഓപ്പോണൻറ്റിനെ അടക്കം കാണാൻ പറ്റും. നമ്മുടെ ഓപ്പോണൻറ്റ് ജയ്സ്വാളിനെയാണ് പിക്ക് ചെയ്തിരിക്കുന്നത്. ജയ്സ്വാളിനെക്കാട്ടിലും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള നിങ്ങൾക്ക് ആരായിട്ടാണ് തോന്നുന്നത് അവരെ നിങ്ങൾ പിക്ക് ചെയ്യുക. ഇപ്പോൾ ഡീകോക്ക് ആണെങ്കിൽ ഡീകോക്കിന് ഇതാ ഇങ്ങനെ പിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. 6 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 30 രൂപ 40 രൂപയൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് നല്ല രീതിയിൽ ഇതങ്ങനെ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചോയ്സിലോ എന്ന് പറഞ്ഞൊരു കിടിലൻ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷനിലൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലിങ്ക് വഴിയെ കയറണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്യാഷ് ബോണസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫോക്കസ് 11 ആപ്ലിക്കേഷനിലാണെങ്കിൽ നമ്മുടെ ഡ്രീം 11 ഇല്ലാത്ത ഒരുപാട് തരം വെറൈറ്റി കോൺടെസ്റ്റുകൾ ഇതിൽ അവൈലബിൾ ആണ്.
ആണ്. സോ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വിഷൻ 11 ഡെയിലി ഗിവ് കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് നമ്മുടെ വിഷൻ 11. സോ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമുക്ക് ഗിവേഴ്സും കാര്യങ്ങളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ഫ്യൂച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. എന്തായാലും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ XL11 എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ കൂടിയുണ്ട്. ഇതിൻ്റെ ലിങ്ക് എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ലിങ്ക് വഴി കയറുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ക്യാഷ് ബോണസ് കിട്ടും. അതുപോലെ തന്നെ 0 rupees ജോയിൻ ചെയ്യാൻ പറ്റുന്ന കോണ്ടസ്റ്റുകളും നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് തരം വെറൈറ്റി ആയിട്ട് നല്ല രീതിയിൽ കുറച്ച് പൈസ ഇട്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി കോണ്ടസ്റ്റുകൾ നമ്മുടെ ഈ ഒരു XL11 ഇതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരാം. അപ്പോൾ നമ്മുടെ SRH വേഴ്സസ് ലക്നോ അല്ലേ. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ കീ പ്ലെയേഴ്സ് ആരൊക്കെയാണ്, അതുപോലെ തന്നെ പ്ലെയേഴ്സിൻ്റെ സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ SRHത്തെ പ്ലെയേഴ്സിനെ പറ്റി പറയുന്നത് ബാറ്റേഴ്സ് ആൻഡ് ഓൾറൗണ്ടേഴ്സ് ആയിട്ടുള്ള പ്ലെയേഴ്സാണ്. ആദ്യം തന്നെ ട്രാവിസ് ഹെഡ് ആണ്. ട്രാവിസ് ഹെഡിനെ പറ്റി പറയുന്ന സമയത്ത് റീസെൻ്റ് ആയിട്ട് അത്യാവശ്യം നല്ല ഫോമാണ്. ഈ ഒരു വെന്യൂലാണെങ്കിൽ അദ്ദേഹം 8 ഇന്നിങ്സ് കളിച്ച് 338 റൺസ് എടുത്തിട്ട് പെർ മാച്ച് 48 അദ്ദേഹത്തിൻ്റെ ആവറേജ് സ്കോർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് അഭിഷേക് ശർമ്മയാണ്. ഇദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് റീസെൻ്റ് ആയിട്ട് കുഴപ്പമില്ലാത്ത ഫോമാണ്. കഴിഞ്ഞ 13 മത്സരങ്ങളിൽ നിന്ന് 348 റൺസാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. സോ അദ്ദേഹത്തിന് നമുക്ക് തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇഷാൻ കിഷൻ നിങ്ങൾ ഇതുവരെ പിക്ക് ചെയ്യില്ലെങ്കിൽ തീർച്ചയായും പിക്ക് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ലാസ്റ്റ് ഒരു മത്സരം അദ്ദേഹം 106 റൺസാണ് സ്കോർ ചെയ്തത്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ടിൽ അത്യാവശ്യം നല്ല റെക്കോർഡ്സ് ഉണ്ട്. 6 ഇന്നിങ്സ് കളിച്ച് 227 റൺസാണ്, 45 റൺസാണ് പെർ മാച്ച് ആവറേജ്. അതുപോലെ തന്നെ നിതീഷ് കുമാർ റെഡ്ഡി ആണെങ്കിലും 5 ഇന്നിങ്സ് കളിച്ച് 170 റൺസാണ് അദ്ദേഹത്തിൻ്റെ എടുത്തിട്ടുള്ളത്. 56 റൺസ് പെർ മാച്ച് ആവറേജ് ഈ ഒരു ഗ്രൗണ്ടിലുണ്ട്. അതുപോലെ തന്നെ ഹെൻറിസ് ക്ലേസിനെ പറ്റി പറയുന്ന സമയത്ത് 15 ഇന്നിങ്സ് കളിച്ച് 469 റൺസ് എടുത്ത് 58 റൺസ് അദ്ദേഹത്തിന് ആവറേജ് സ്കോർ ആയിട്ടുണ്ട്. ദെൻ ബൗളേഴ്സിലോട്ട് നോക്കുന്ന സമയത്ത് പാറ്റ് കുമിൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു വെന്യൂവിൽ 8 ഇന്നിങ്സ് കളിച്ചിട്ട് 8 വിക്കറ്റ് അദ്ദേഹം നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹർഷൽ പട്ടേൽ ആണെങ്കിലും 6 ഇന്നിങ്സ് കളിച്ച് 5 വിക്കറ്റും ഈ ഒരു പിച്ചിൽ നിന്ന് അദ്ദേഹം എടുത്തിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ മുഹമ്മദ് ഷമി ആണെങ്കിലും 4 ഇന്നിങ്സ് കളിച്ച് 5 വിക്കറ്റാണ് ഈ ഒരു പിച്ചിൽ നിന്ന് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ആദം സാംബ 2 ഇന്നിങ്സാണ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിക്കാൻ സാധിച്ചിട്ടുള്ളത്. 3 വിക്കറ്റ്സും അദ്ദേഹം എടുത്തിട്ടുണ്ട്. ദെൻ കീ പ്ലെയേഴ്സ് LSTത്തെ കീ പ്ലെയേഴ്സ് ആരൊക്കെയാണ് നോക്കിക്കഴിഞ്ഞാൽ ബാറ്റിംഗ് ആൻഡ് ഓൾറൗണ്ടേഴ്സ് ലിസ്റ്റിലുള്ള നമ്മുടെ ആദ്യം മാർക്കത്തെ പറ്റി പറയുന്ന സമയത്ത് അദ്ദേഹം 9 ഇന്നിങ്സ് കളിച്ച് 248 റൺസാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1 വിക്കറ്റ് ആവറേജ് ഉണ്ട്. 30 റൺസ് പ്ലസ് ആവറേജ് അദ്ദേഹത്തിനുണ്ട്. മിച്ചൽ മാർഷാണ് റീസെൻ്റ് ആയിട്ട് 72 റൺസ് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. 4 ഇന്നിങ്സ് കളിച്ച് 32 റൺസാണ് ഈ ഒരു പിച്ചിൽ അദ്ദേഹത്തിനുള്ളത്. അതുപോലെ തന്നെ 6 വിക്കറ്റ്സും ടേക്ക് ചെയ്തിട്ടുണ്ട്. നിക്കോളാസ് പൂർണ്ണാണ്. അദ്ദേഹം 75 റൺസാണ് കഴിഞ്ഞൊരു മത്സരം സ്കോർ ചെയ്തത്. 3 ഇന്നിങ്സ് ബാറ്റ് ചെയ്ത് 113 റൺസാണ് ഈ ഒരു വെന്യൂവിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. 40 റൺസ് ആവറേജ് ഉണ്ട് അദ്ദേഹത്തിന്. ഋഷഭ് പന്ത് ആണെങ്കിലും 4 ഇന്നിങ്സ് കളിച്ച് 80 റൺസ് ഇവിടെ ഒരു എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡേവിഡ് മില്ലർ ആണെങ്കിലും 6 മത്സരം കളിച്ച് 162 റൺസ് എടുത്തിട്ടുണ്ട്. 54 റൺസാണ് പെർ മാച്ച് ആവറേജ് ആയിട്ടുള്ളത്. ആയുഷ് ബദോനി ആണെങ്കിലും ഈ ഒരു വെന്യൂവിൽ ഒരു മത്സരം കളിച്ച് 55 റൺസും അദ്ദേഹം എടുത്തിട്ടുണ്ട്. ദെൻ ബൗളേഴ്സിലോട്ട് നോക്കുന്ന സമയത്ത് ഷർദുൽ താക്കൂർ ആണ്. 6 മത്സരം കളിച്ച് 5 വിക്കറ്റാണ് ഈ ഒരു വെന്യൂവിൽ അദ്ദേഹം എടുത്തിട്ടുള്ളത്. ഷബാസ് അഹമ്മദ് ആണെങ്കിലും 7 ഇന്നിങ്സ് കളിച്ച് 61 റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 3 വിക്കറ്റ്സും അദ്ദേഹം എടുത്തിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ രവി ബിഷ്ണോയ് 2 ഇന്നിങ്സ് കളിച്ച് 0 വിക്കറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. മണിമാരൻ സിദ്ധാർത്ഥ് ഈ ഒരു പിച്ചിൽ കളിച്ചില്ല, പക്ഷെ ഒരു അടിപൊളി ബൗളറാണ്. ദെൻ പ്രിൻസ് യാദവ് ആണ് ഈ ഒരു മത്സരം കളിച്ചിട്ടില്ല, ഈ ഒരു വെന്യൂവിലും കളിച്ചിട്ടില്ല. സമ്മറിയിലോട്ട് കിടക്കുന്ന സമയത്ത് ഈ ഒരു പിച്ച് എന്ന് പറഞ്ഞാൽ ബാലൻസ് പിച്ചാണ്. ബാറ്റിങ്ങിനും ബൗളേഴ്സിനും നല്ല രീതിയിൽ അഡ്വാൻറ്റേജ് കൊടുക്കുന്ന ഒരു ഇതാണ്. കീ ബാറ്റ്സ്മാൻമാരായിട്ട് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്ന പ്ലെയേഴ്സും നമ്മുടെ ട്രാവിസ് ഹെഡ്, അതുപോലെ തന്നെ ഇഷാൻ കിഷൻ, നിക്കോളാസ് പൂറൻ, അതുപോലെ തന്നെ ഡേവിഡ് മില്ലർ ഇവരൊക്കെയാണ്. ദെൻ കീ ബൗളേഴ്സായിട്ട് നമ്മുടെ പാറ്റ് കുമിൻസ്, അതുപോലെ തന്നെ ഹർഷൽ പട്ടേൽ, ഷർദുൽ താക്കൂർ, അതുപോലെ തന്നെ രവി ബിഷ്ണോയ് ഇവരെയൊക്കെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ടീം വിത്ത് സ്ട്രോങ് ഫിനിഷേഴ്സ് ആൻഡ് കൺസിസ്റ്റൻറ്റ് ബൗളിംഗ് ഇരു കൂട്ടുകാർക്ക് നല്ല രീതിയിൽ റെക്കോർഡ്സും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇരു ടീമുകളും അത്യാവശ്യം നല്ല സ്ട്രോങ് കൂടെയാണ്. സോ നമുക്ക് എന്തായാലും ഒരു പ്രിവ്യൂ ടീമിലോട്ട് കടക്കാം. SRH വേഴ്സസ് LST. ഓക്കെ, അപ്പോൾ ബാലൻസ്ഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ മാക്സിമം ടീം ക്രിയേറ്റ് ചെയ്യാറുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബൗളേഴ്സിൽ നിന്ന് നമ്മുടെ മുഹമ്മദ് ഷമീനെ നമുക്ക് പിക്ക് ചെയ്യാം. അതുപോലെ പാറ്റ് കുമിൻസിനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ അതുപോലെ തന്നെ ഷർദുൽ താക്കൂർ LST എന്നുള്ള ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ്. അതുപോലെ തന്നെ നിതീഷ് കുമാർ റെഡ്ഡി നിങ്ങളുടെ ഓപ്ഷനാണ്, ഞാൻ പിക്ക് ചെയ്യുന്നില്ല തൽക്കാലം. അതുപോലെ തന്നെ ട്രാവിസ് ഹെഡ്
നല്ലൊരു പെർഫോമൻസ് ആണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞൊരു മത്സരം കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഇഷാൻ കിഷൻ, അതുപോലെ നിക്കോളസ് പൂറൻ, ഋഷഭ് പന്ത് ഇവരെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം ടീമിലോട്ട്. ദെൻ അതുപോലെ തന്നെ LST വേറൊരു പ്ലെയറുമാണ് ഡേവിഡ് മില്ലർ അല്ലെങ്കിൽ മിച്ചൽ മാർഷ്. ആരാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓപ്ഷനാണ്. ഞാൻ തൽക്കാലം മിച്ചൽ മാർഷിനെ ഒഴിവാക്കി ഡേവിഡ് മില്ലറിനെയാണ് നമ്മളിവിടെ പിക്ക് ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ LST നമുക്ക് നമ്മുടെ ഷബാസ് അഹമ്മദ് നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ മാർക്കോ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ഓപ്ഷൻ തന്നെ ഉണ്ട്. കഴിഞ്ഞ മത്സരം അദ്ദേഹം 15 റൺസാണ് എടുത്തത്. ഓവേഴ്സ് ഒന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ട് ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ LST നമുക്കൊരു ബൗളറിനോട്ട് കൊണ്ടുവരാം. നമുക്ക് വിഷ്ണോയിനെ കൊണ്ടുവരാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ടീം നോക്കുമ്പോൾ അത്യാവശ്യം ടാലിയാണ്, പക്ഷേ LST ഒരു ബാറ്റിംഗ് സ്ട്രെങ്ത് കുറവുണ്ടല്ലേ. സോ അപ്പോൾ അത് നമുക്ക് എന്തായാലും പകരം വയ്ക്കാനാവില്ല. നമുക്ക് ഷബാസ് അഹമ്മദിനോട്ട് വരാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡുവൽ അഡ്വാൻറ്റേജ് ആണ് അദ്ദേഹത്തിലോട്ട് കൊണ്ടുവരുമ്പോൾ. വിക്കറ്റ്സ് പോയി കഴിഞ്ഞാൽ ബാറ്റിംഗ് കിട്ടും, അതുപോലെ തന്നെ ബോളിംഗ് ചെയ്യാനുള്ള ചാൻസസും ഉണ്ട്. അത് നിങ്ങളുടെ ഓപ്ഷൻ കൂടെയാണ്. ഇപ്പം നമ്മുടെ ആയുഷ് ബദോനെ ആണെങ്കിലും നല്ലൊരു പിക്ക് തന്നെയാണ്. കാരണം അദ്ദേഹം അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറച്ച് ടോപ്പ് ഓർഡറിൽ ഒരു 5-6 വിക്കറ്റ്സ് ആ ഒരു കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം ഇറങ്ങും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ തൽക്കാലം നമ്മുടെ ഷബാസ് അഹമ്മദുമായിട്ട് തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ ക്യാപ്റ്റൻസി നമ്മൾ കൊടുക്കാൻ പോകുന്നത് നമ്മുടെ അഭിഷേക് ശർമ്മേനെയാണ് ഞാൻ ക്യാപ്റ്റൻസി കൊടുക്കുന്നത്. അതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റൻസി നിങ്ങളുടെ ഓപ്ഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാൻ. ഞാൻ ഇപ്പോൾ തൽക്കാലം നമ്മുടെ ഋഷഭ് പന്തിനോട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിക്കോളസ് പൂറൻ, ഋഷഭ് പന്ത്, അതുപോലെ തന്നെ ഇഷാൻ കിഷൻ, ഡേവിഡ് മില്ലർ, ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ, അതുപോലെ തന്നെ ഷബാസ് അഹമ്മദ്, മുഹമ്മദ് ഷമി, പാറ്റ് കുമിൻസ്, ഷർദുൽ താക്കൂർ, രവി വിഷ്ണു, ഇത്രയും പേരെ നമ്മുടെ ടീമിലുള്ളൂ. ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ ആണ് ക്രിയേറ്റ് ചെയ്തത്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ടാണ് ഇടുക. അപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് കയറി ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമ്മളെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ആപ്പൊക്കെ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നല്ല രീതിയിൽ നിങ്ങൾക്ക് തന്നെ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.